ഹായ്, ഗുഡ് ഈവനിങ് കൂട്ടുകാരെ. എന്തുണ്ട്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നല്ലോ? ഒന്ന് ചിരിച്ചേ. ഇന്നത്തെ സമൂഹത്തിൽ ആരും ചിരിക്കുന്നില്ല. ഓപ്പോസിറ്റ് കണ്ടാലും നമ്മൾ എവിടെ വെച്ച് കണ്ടാലും നമുക്ക് പരിചയമൊന്നും വേണമെന്നല്ലോ, ഒന്ന് ജസ്റ്റ് ഒന്ന് പുഞ്ചിരിക്കാനുള്ളൊരു മര്യാദ പോലും ഇല്ല, ആർക്കുമില്ല. എല്ലാവരും എന്തൊക്കെയോ തത്രപ്പാടിൽ ഓട്ടത്തിലാണ് ജീവിതത്തെ മുറുകെ പിടിക്കാൻ വേണ്ടി. എന്നാൽ അവസാനം ചെന്നെത്തുന്നത് എവിടെയാ? വെറും 6 അടി മണ്ണിൽ മാത്രം. നമ്മുടെ മുമ്പിൽ പല മനുഷ്യരുടെയും ജീവിതങ്ങൾ നേർക്കാഴ്ചകളായിട്ട് കാണിച്ചു തന്നിട്ടും നമ്മൾ പഠിക്കുന്നില്ല. വെറുതെ എന്തിനൊക്കെയോ വേണ്ടി നമ്മൾ ഇങ്ങനെ നെട്ടോട്ടം ഓടുകയാണ്. കൂടെ നിൽക്കുന്ന സുഹൃത്തിനെ മനസ്സിലാക്കാനോ അയൽവക്കത്തുള്ളവൻ ഭക്ഷണം കഴിച്ചോ എന്ന് ചിന്തിക്കാനോ എന്നൊന്നും ആർക്കും സമയമില്ല. എല്ലാവരും എന്തിൻ്റെയൊക്കെയോ പുറകിൽ വെറുതെ ഒരു കാര്യമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ഉൾപ്പെടെ. ഇതിൻ്റെയൊക്കെ അവസാനം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ഓട്ടം നിൽക്കും. ഞാനൊരു ദിവസം അമൃത ഹോസ്പിറ്റലിൽ പോകാനിടയായി. അപ്പം അവിടെ എത്തിയപ്പം അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് വലിയ ബിൽഡിങ് പണിയുന്നുണ്ട്. ഞാൻ ആ ബിൽഡിങ്ങിൻ്റെ മുകളിലെത്തി നോക്കി. മുകളിൽ കയറി ക്യാമറ എടുത്ത് ഇങ്ങനെ സൂം ചെയ്യുന്ന സമയത്ത് താഴെ ഞാൻ കണ്ടത് കാഷ്വാലിറ്റി, അത്യാഹിത വിഭാഗം എഴുതിയിരിക്കുന്നു. കാശുള്ളവരും ഇല്ലാത്തവരും കുഞ്ഞിനെ ആയിട്ടും കൂടുകൾ കെട്ടിപ്പൊതിഞ്ഞും അതുപോലെ തന്നെ പല വാഹനങ്ങളിലും ഓട്ടോറിക്ഷകളിലും ഒക്കെ വന്നിറങ്ങുന്ന കാഴ്ചകൾ. ചിലർ ഉള്ളവരായിരിക്കാം, ഇല്ലാത്തവരായിരിക്കാം. ഇല്ലാത്തവർക്ക് ഇനി എവിടെ നിന്നുണ്ടാകുക എന്നുള്ള ഒരു കാഴ്ചപ്പാട്. ഉള്ളവർക്ക് വെട്ടിപ്പിടിച്ചിട്ടും പോരാതെ വന്നു എന്ന തോന്നലിരിക്കുമ്പോഴാണ് ഒരു മാരകമായ രോഗം വരുന്നത്. അപ്പം സർവ്വതും നശിക്കാൻ അവിടെ വന്നാൽ സർവ്വതും ഈ ചികിത്സയ്ക്ക് വേണ്ടി മുടക്കി എല്ലാം നശിക്കും. അപ്പോൾ ഈ ജീവിതത്തിൽ ഒന്നും ശാശ്വതമല്ലെന്നുള്ള ഒരു തിരിച്ചറിവ് ആ മുകളിൽ നിന്ന് ആ ഒരു വ്യൂവിൽ നമുക്ക് മനസ്സിലാവും. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിൾ. കാരണം നാളെ നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ള തിരിച്ചറിവില്ലായ്മയാണ് നമ്മളെ ഇന്ന് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. നാളെ എന്തെങ്കിലും ഉണ്ടെന്നറിഞ്ഞ് നമ്മൾ ജീവിക്കാൻ ഇന്ന് മടിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ പരസ്പരം പുഞ്ചിരിക്കുക, സ്നേഹിക്കുക, എല്ലാവരെയും ഒന്ന് മനസ്സിലാക്കുക. നമ്മളാരും വലിയവരൊന്നും അല്ലെന്നേ. പുറത്തേക്ക് വിട്ട ശ്വാസം അകത്തോട്ടെടുത്തില്ലെങ്കിൽ മരണം ക്ഷണിക്കുക. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക. താങ്ക് യു.